Hello everyone, I am Tasni. Welcome to Tasni's Way. മൊഡ്യൂൾ 3-ൻ്റെ ബാക്കി പാർട്ടാണ് ഗ്രാമറ്റിക്കാലിറ്റി ആൻഡ് അക്സെപ്റ്റബിലിറ്റി. Grammaticality of a sentence refers to the extent to which a given sentence conforms with a set of prescribed rules. Acceptability, on the other hand, is the extent to which a sentence is considered by the speakers and listeners. സോ ഗ്രാമറ്റിക്കാലിറ്റി ആൻഡ് അക്സെപ്റ്റബിലിറ്റി അതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഗ്രാമറ്റിക്കാലിറ്റി എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസിൽ റെഫർ ചെയ്യുന്ന എക്സ്റ്റെൻറ്റ് ടു വിച്ച് എ ഗിവൺ സെൻറ്റൻസ് കൺഫേംസ് വിത്ത് എ സെറ്റ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് റൂൾസ്. ഒരു സെൻറ്റൻസിൽ ഒരു പ്രിസ്ക്രൈബ്ഡ് റൂൾസ് ഉണ്ട്, ഇങ്ങനെ ആയിരിക്കണം ആ സെൻറ്റൻസ്. അപ്പോൾ ആ ഗ്രാമറ്റിക്കൽ റൂൾസ്, കുറച്ച് റൂൾസ് ഉണ്ടല്ലോ, അങ്ങനെ മാത്രമേ നമുക്കൊരു സെൻറ്റൻസ് ഫോം ചെയ്യാനായിട്ട് പറ്റൂ. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് വേർഡ്സ് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു സെൻറ്റൻസ്, കംപ്ലീറ്റ് സെൻറ്റൻസ് ആവില്ല. ഒരു മീനിങ് കൺവേ ചെയ്യുന്ന സെൻറ്റൻസ് ആവണമെങ്കിൽ അതിന് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ആ പ്രിസ്ക്രൈബ്ഡ് റൂൾസ് എല്ലാം കൺഫേം ചെയ്തിട്ടുള്ള അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഗ്രാമറ്റിക്കാലിറ്റി എന്ന് പറയുക. അക്സെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് എ സെൻറ്റൻസ് ഇസ് കൺസിഡർ പെർമിഷബിൾ ബൈ ദ സ്പീക്കേഴ്സ് ആൻഡ് ലിസണേഴ്സ്. അപ്പോൾ അക്സെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് ഈ ഗ്രാമറ്റിക്കാലിറ്റീനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്പീക്കേഴ്സും അതുപോലെ തന്നെ ലിസണേഴ്സും എല്ലാം ഈ ഒരു ഗിവൺ സെൻറ്റൻസിന് ആ ഒരു പ്രിസ്ക്രൈബ്ഡ് റൂൾസിൽ തന്നെ എന്താണ് ഇത് അവർ പെർമിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയിക്കുക. അപ്പോൾ അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണത് എന്നുള്ളത്, അതിനെയാണ് അക്സെപ്റ്റബിലിറ്റി എന്ന് പറയാം. Though in most cases the grammatical sentences are thought to be acceptable and vice versa, it is always not so. സോ ഈ ഒരു ഗ്രാമറ്റിക്കൽ സെൻറ്റൻസസ് ഒക്കെ എന്താണ്, അക്സെപ്റ്റബിൾ തന്നെയാണ്. ആൻഡ് അക്സെപ്റ്റബിൾ സെൻറ്റൻസ് എന്താണ്, ഗ്രാമറ്റിക്കൽ തന്നെയാണ്. അങ്ങനെയാണ്, അത് വൈസ് വേഴ്സ, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. There are instances in English where a grammatically correct sentence is considered unacceptable by the native speakers due to a number of reasons. പക്ഷേ ചില സമയങ്ങളിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഗ്രാമറ്റിക്കലി കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് എന്താണ് അക്സെപ്റ്റ് ചെയ്യില്ല. ആരാണ്, നേറ്റീവ് സ്പീക്കേഴ്സ്. അവരത് കുറച്ച് കാരണങ്ങൾ കൊണ്ട് തന്നെ അവരത് അക്സെപ്റ്റ് ചെയ്യില്ല. അത് ഗ്രാമറ്റിക്കലി കറക്റ്റ് ആണെങ്കിൽ പോലും അവരത് അക്സെപ്റ്റ് ചെയ്യില്ല. അക്സെപ്റ്റബിലിറ്റി അവിടെ വരുന്നില്ല. പക്ഷേ ഗ്രാമറ്റിക്കാലിറ്റി അവിടെ ഉണ്ട്. ഗ്രാമറ്റിക്കലി ഇത് കറക്റ്റാണ്, പക്ഷേ അക്സെപ്റ്റബിലിറ്റി അവിടെ കിട്ടുന്നില്ല. ഫോർ എക്സാമ്പിൾ, വെൻ വി എക്സാമിൻ നോം ചോംസ്കീസ് ഫേമസ് സെൻറ്റൻസ് "Colorless green ideas sleep furiously," we find it fully grammatical and conforming strictly with the rules of the language. Yet it is unacceptable as it doesn't convey any proper sense. So according to Noam Chomsky, ഒരു ഫേമസ് സെൻറ്റൻസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ, "Colorless green ideas sleep furiously." ഇത് ഇംഗ്ലീഷിൽ നോക്കുമ്പോൾ ഇത് ഫുള്ളി ഗ്രാമറ്റിക്കലി കറക്റ്റാണ്. ഓക്കെ, പക്ഷേ എന്താണ്, ഇത് അൺഅക്സെപ്റ്റബിൾ ആണ്. അതിന് ബിക്കോസ് ഇറ്റ് നോട്ട് കൺവേ എനി പ്രോപ്പർ സെൻസ്. അത് ഒരു എന്താ പറയുക, നല്ല പ്രോപ്പർ സെൻസ് കൺവേ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് അൺഅക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പോൾ ഗ്രാമറ്റിക്കലി കറക്റ്റ് ആണെങ്കിൽ പോലും ചില സംഭവങ്ങൾ, ചില ഇൻസ്റ്റൻസസിൽ നേറ്റീവ് സ്പീക്കേഴ്സ് എന്താണ് ഇത് അക്സെപ്റ്റ് ചെയ്യില്ല. സിമിലർലി ദ സെൻറ്റൻസ് "The cows are eating grass" is both grammatical and acceptable. But if we substitute the subject cows with the word trees, the sentence retains its grammaticality but loses its acceptability as the meaning it conveys it is utter nonsense. So ഒരു സെൻറ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്, "The cows are eating grass." ഓക്കെ, കൗസ് ഗ്രാസ് കഴിക്കുന്നുണ്ട്. സോ ഇത് ഗ്രാമറ്റിക്കലി കറക്റ്റാണ്, അക്സെപ്റ്റബിളും ആണ്. പക്ഷെ നമ്മൾ ഈ കൗസിൻ്റെ അവിടെ ട്രീസ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്, ആ ഒരു വേർഡ് മാറ്റിയിട്ട് ട്രീസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാമറ്റിക്കലി ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് എന്താ ഫൈൻ അല്ലേ. ട്രീസ് ആർ ഈറ്റിംഗ് ഗ്രാസ് ഗ്രാമറ്റിക്കലി കറക്റ്റാണ്. പക്ഷെ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അല്ല, ഒരിക്കലും പറ്റില്ല അല്ലേ. കാരണം അതൊരു ശുദ്ധ മണ്ടത്തരാണ്, അട്ടർ നോൺസെൻസ് ആണത് പറയുന്നത് അല്ലേ. അപ്പോൾ അത് അക്സെപ്റ്റബിൾ അല്ല, അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. അതിൻ്റെ എന്താ പറയുക, മീനിങ്, അത് കൺവേ ചെയ്യുന്ന മീനിങ് എന്താണ്, തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രാമറ്റിക്കലി കറക്റ്റ് ആണെങ്കിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വേർഡ്സ് ലൈക്ക് സെൻറ്റൻസസും ഉണ്ട്. ഇങ്ങനെയുള്ളതാണ് അതിൻ്റെ എക്സാമ്പിൾ. Likewise, if a sentence is too long, it will be marked as unacceptable by the native speaker
despite its conformity to the grammatical rules. അപ്പോൾ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള സെൻറ്റൻസ് ഉണ്ടെങ്കിലും നേറ്റീവ് സ്പീക്കേഴ്സ് എന്താണ് അത് അക്സെപ്റ്റബിൾ അല്ല എന്ന് പറയും. ഗ്രാമറ്റിക്കൽ റൂൾസ് ഒരിക്കലും അവർ ഗ്രാമറ്റിക്കൽ റൂൾസ് കറക്റ്റ് ആണെങ്കിൽ പോലും അവരെന്താണ് ഇത് അക്സെപ്റ്റബിൾ അല്ല, ഇത് ഗ്രാമറ്റിക്കലി തെറ്റ് തന്നെയാണ്, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. എക്സാമ്പിൾ ഇവിടെ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ദിസ് ഈസ് ദ ഡോഗ് ദാറ്റ് ചേസ്ഡ് ദ കാറ്റ് ദാറ്റ് ബിറ്റ് ദ റാറ്റ് ദാറ്റ് എയ്റ്റ് ദ ഫിഷ് ദാറ്റ്, അങ്ങനെ പോവും. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് വളരെ ലെങ്തിയാണ്. അപ്പോൾ ഇത് നേറ്റീവ് സ്പീക്കേഴ്സ് എന്താണ് അക്സെപ്റ്റ് ചെയ്യില്ല. മേ ബി ഗ്രാമറ്റിക്കൽ ബട്ട് നോട്ട് അക്സെപ്റ്റബിൾ ആസ് it is too long and can be extended as further as the user wishes. സോ ഇത് ഗ്രാമറ്റിക്കലി കറക്റ്റ് തന്നെയാണല്ലോ, എത്ര വേണമെങ്കിൽ നമുക്കിങ്ങനെ എഴുതി പോകാൻ പറ്റും, പക്ഷേ അൺഅക്സെപ്റ്റബിൾ ആണ്. ഇത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നേറ്റീവ് സ്പീക്കേഴ്സ് എന്താണ് അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം എന്താണ് അത് ഭയങ്കര ലോങ് ആണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ ആൾക്കാർക്ക് എത്രത്തോളം അത് വലുതാക്കാൻ പറ്റും അത്രത്തോളം വലുതാക്കാനായിട്ട് പറ്റില്ല. ദാറ്റ് പറഞ്ഞുകൊണ്ടേ പോവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വലിയ ലോങ് ആയിട്ടുള്ള സെൻറ്റൻസസ് എന്താണ് അൺഅക്സെപ്റ്റബിൾ ആണ്. അടുത്തത് സ്പോക്കൺ ഗ്രാമർ ആൻഡ് റിട്ടൺ ഗ്രാമർ. Spoken grammar is the grammar of everyday interaction. It is informal, natural, and flexible in its word order. Written grammar, on the other hand, is rigid, formal, and follows a strict syntactic order. ഓക്കെ, സ്പോക്കൺ ഗ്രാമറും റിട്ടൺ ഗ്രാമറും ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സ്പോക്കൺ ഗ്രാമർ എന്ന് പറയുന്നത് നമ്മൾ എവറിഡേ ഇൻട്രാക്ഷനിൽ യൂസ് ചെയ്യുന്ന സംസാരിക്കുന്ന ഭാഷയാണ് അല്ലേ. ഇറ്റ് ഈസ് ഇൻഫോർമൽ, അത് ഫോർമൽ ഒന്നും അല്ല, നാച്ചുറൽ ആണ്, ഫ്ലെക്സിബിൾ ആണ്. പക്ഷെ റിട്ടൺ ഗ്രാമർ എന്ന് പറയുന്നത് എന്താണ്, അത് ഫോർമലാണ്, സ്ട്രിക്ട്ലി അത് ഫോളോ ചെയ്യുന്ന കുറച്ച് ഓർഡേഴ്സ് ഉണ്ട്, സിൻടാക്റ്റിക് ഓർഡേഴ്സ്. ഓക്കെ, ഗ്രാമർ അങ്ങനെയുള്ള കാര്യങ്ങൾ, വേർഡ്സ് എങ്ങനെ അറേഞ്ച് ചെയ്യണം അതെല്ലാം. സോ ദ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്പോക്കൺ ഗ്രാമർ ആർ, സ്പോക്കൺ ഗ്രാമറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആദ്യം നോക്കുന്നത്. ഒന്നാമത്തെ എലിപ്സിസ്. It refers to the omission of elements which are normally part of a certain structure. Okay, example, it sounds good. No ellipsis, written grammar. Sounds good, ellipsis, written grammar. So എലിപ്സിസ് ആണ് നമ്മുടെ സ്പോക്കൺ ഗ്രാമറിൻ്റെ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇറ്റ് സൗണ്ട്സ് ഗുഡ് എന്ന് പറയുന്നുണ്ട്, അതിൽ എലിപ്സിസ് ഇല്ല, റിട്ടൺ ഗ്രാമറാണ്. സൗണ്ട്സ് ഗുഡ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് എലിപ്സിസ് ആണ്, റിട്ടൺ ഗ്രാമർ തന്നെയാണ്. ഓക്കെ, രണ്ടാമത്തത് ഡിസ്ലൊക്കേഷൻ. It refers to a sentence structure in which a constituent occurs outside the clause boundaries, either to its left or to its right. Heads, also known as left-dislocation, are a way to introduce and orient listeners to a topic before giving information on the topic. Example, the T20 final last night, it was really exciting. അത് വിത്ത് ഹെഡാണ്, സ്പോക്കൺ ഗ്രാമറാണ്. The T20 final last night was really exciting. ഇതെന്താണ്, വിതൗട്ട് ഹെഡാണ്, റിട്ടൺ ലാംഗ്വേജ് ആണ്. സോ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത് അത് റെഫർ ചെയ്യുന്നത് ഒരു സെൻറ്റൻസ് സ്ട്രക്ചറാണ്, അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഔട്ട്സൈഡ് ദ ക്ലോസ് ബൗണ്ടറീസ് ആണ്. ക്ലോസ് ബൗണ്ടറീസിൻ്റെ ഔട്ട്സൈഡിൽ എയ്തർ ടു ഇറ്റ്സ് ലെഫ്റ്റ് ഓർ ടു ഇറ്റ്സ് റൈറ്റ്, ലെഫ്റ്റിലോ റൈറ്റിലേക്കുള്ള ക്ലോസ് ബൗണ്ടറീസിനെയാണത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു പുതിയ ടേം ഉണ്ട് ഇതിൽ, ഹെഡ്സ് എന്ന് പറയുന്നത്. ഹെഡ്സ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഡിസ്ലൊക്കേഷനാണ്. ഓക്കെ, ലെഫ്റ്റ് ഡിസ്ലൊക്കേഷനും റൈറ്റ് ഡിസ്ലൊക്കേഷനും ഉണ്ട്. അതിൽ ഹെഡ്സ് എന്ന് പറയുന്നത് എന്താണ്, ലെഫ്റ്റ് ഡിസ്ലൊക്കേഷനാണ്. അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ദെൻ ടെയിൽസ് എന്ന് പറയുന്നത് റൈറ്റ് ഡിസ്ലൊക്കേഷനാണ്. സോ ടെയിൽസ് ആർ ഓൾസോ നോൺ ആസ് റൈറ്റ് ഡിസ്ലൊക്കേഷൻ, ആർ കമൻസ് ദാറ്റ് ആർ ആഡഡ് ടു ദ എൻഡ് ഓഫ് എ ഫ്രേസ്. എക്സാമ്പിൾ, മൈ കൊളീഗ് ഈസ് എ നൈസ് പേഴ്സൺ, ദ വൺ ഫ്രം ന്യൂസിലാൻഡ്. ഓക്കെ, അതിൽ വിത്ത് ടെയിലാണ്, സ്പോക്കൺ ഗ്രാമറാണ്. മൈ കൊളീഗ് ഫ്രം ന്യൂസിലാൻഡ് ഈസ് റിയലി നൈസ്, അതെന്താണ്, വിതൗട്ട് ടെയിലാണ്, റിട്ടൺ ഗ്രാമറാണ്. ഇതാണ് വ്യത്യാസം. നെക്സ്റ്റ് വൺ, ഫില്ലേഴ്സ്. ഫില്ലേഴ്സ് ആർ വേർഡ്സ് ആൻഡ് അട്ടറൻസസ് ലൈക്ക് എ, വെൽ, etc. that do not have a specific meaning but rather fill time and allow the speaker to gather his or her thoughts. അപ്പോൾ ഫില്ലേഴ്സ് എന്ന് പറയുന്നതിന് എന്താണ്, നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന വാക്കുകൾ. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ സ്പോക്കൺ ലാംഗ്വേജിൽ നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ നമുക്ക് അടുത്ത് എന്താണെന്ന് പറയാൻ പറ്റാത്തൊരു നമ്മളിപ്പോൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിന് ആണ് ഇംഗ്ലീഷിൽ ഈ വെൽ, എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ആലോചിച്ച് ഇങ്ങനെ സംസാരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഫില്ലേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യും, ആ ഗ്യാപ്പ് അങ്ങോട്ട് ഫില്ല് ചെയ്യും. ഓക്കെ, ഈ വെൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേർഡ്സ് വെച്ച് നമ്മൾ സംസാര ഭാഷയിൽ എന്താണ് ഇങ്ങനെയുള്ള വേർഡ്സൊക്കെ ഇംഗ്ലീഷിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും അല്ലേ, ഇങ്ങനെയുള്ള വെച്ചിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുക ആ കോൺവെർസേഷൻ.
ഇതിനെയാണ് ഫില്ലേഴ്സ് എന്ന് പറയാം. ഇതിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മീനിങ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്പീക്കർ സംസാരിക്കുമ്പോൾ തന്നെ കുറച്ച് തോട്ട്സ് നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ എടുക്കാൻ, അടുത്ത് എന്ത് പറയാം അങ്ങനെ ആലോചിക്കാനുള്ളൊരു സമയം നമ്മൾ എടുക്കുകയാണ്. അടുത്തത് ബാക്ക് ചാനൽസ്. These are the words and utterances like oh, yeah, I see, etc. that are used to acknowledge what the speaker is saying and encourage him or her to continue. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കോൺവെർസേഷൻ, ഒരു സംഭാഷണം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ പറയുന്നതിന് നമ്മൾ എന്തെങ്കിലും റെസ്പോണ്ട് അതെ അതെ അങ്ങനെ പറയുന്ന, മലയാളത്തിൽ നമ്മൾ ഇങ്ങനെ പറയുന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ യൂസ് ചെയ്യുക, ഓ യാ ഐ സി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ അത് അവർക്ക് എന്താണ് അവരെ ഇനിയും സംസാരിക്കാൻ നമ്മൾ എൻകറേജ് ചെയ്യണം അല്ലേ, നമ്മൾ റിപ്ലൈ ചെയ്യണം. അപ്പോൾ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ ഓ ഐ സി യാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പറയും. അങ്ങനെയുള്ള വേർഡ്സിനെയാണ് നമ്മൾ എന്താ പറയുക, ബാക്ക് ചാനൽസ് എന്ന് പറയുക. അടുത്തത് ഫ്രേസൽ ചങ്ക്സ്. These are fixed words or phrases that can combine with other elements but act as ready-made lexical units of language. Example, sort of, you know, I mean, etc. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രേസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള വേർഡ്സോ അല്ലെങ്കിൽ ഫ്രേസസോ ആണ്. അത് 2 എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷെ നമ്മളത് എന്താണ്, അത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ലെക്സിക്കൽ യൂണിറ്റ്സ് ആയിട്ടാണ് നമ്മൾ അങ്ങനെ തന്നെ അതിനെ പറയുള്ളൂ അല്ലേ. യു നോ അല്ലെങ്കിൽ ഐ മീൻ അങ്ങനെയൊക്കെ പറയുന്നത് എന്താണ്, അതൊരു ഫ്രേസ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. 2 ഇതിൻ്റെ വേർഡ്സിൻ്റെ അല്ലെങ്കിൽ ഫ്രേസസിൻ്റെ കോമ്പിനേഷനാണ്, കമ്പൈൻ ചെയ്തിട്ടാണ് പറയുക. പക്ഷെ നമ്മളത് റെഡിമെയ്ഡ് ആയിട്ട് തന്നെ അങ്ങനെ കറക്റ്റായിട്ട് തന്നെ നമ്മൾ പറയും അല്ലേ. യു നോ, ഐ മീൻ, ഇതൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന വേർഡ്സാണ്. അടുത്തത് ട്രഡീഷണൽ ആൻഡ് മോഡേൺ അപ്രോച്ചസ് ടു ഗ്രാമർ ഓർ പ്രിസ്ക്രിപ്റ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ. ഓക്കെ, അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള അതുപോലെ തന്നെ മോഡേൺ അപ്രോച്ചസ് ഓഫ് ഗ്രാമർ, പ്രിസ്ക്രിപ്റ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ, അതാണ് നോക്കുന്നത്. ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ഗ്രാമർ ആൻഡ് മോഡേൺ ഗ്രാമർ ഈസ് ദാറ്റ് ട്രഡീഷണൽ ഗ്രാമർ ഈസ് പ്രിസ്ക്രിപ്റ്റീവ് വെറാസ് മോഡേൺ ഗ്രാമർ ഈസ് ഡിസ്ക്രിപ്റ്റീവ്. ഇതാണ് ഇവിടെ പറയുന്നത്. അതായത് ട്രഡീഷണൽ ഗ്രാമറും മോഡേൺ ഗ്രാമറും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ട്രഡീഷണൽ ഗ്രാമർ എന്താണ്, പ്രിസ്ക്രിപ്റ്റീവ് ആണ്, ബട്ട് മോഡേൺ ഗ്രാമർ ഡിസ്ക്രിപ്റ്റീവ് ആണ്. Traditional grammar focuses chiefly on the written language, while modern grammar considers speech as the basic unit of language. സോ പണ്ട് ട്രഡീഷണൽ ഗ്രാമറിൽ എന്താണ് അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത്, എന്താണ്, റിട്ടൺ ലാംഗ്വേജ് ആണ്. എഴുത്തിലൂടെ മാത്രം, അച്ചടി അല്ലെങ്കിൽ എഴുത്തിലൂടെയാണ് അവർ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിലാണ്. കമ്മ്യൂണിക്കേഷൻ രീതി എന്ന് പറയുന്നത് റിട്ടൺ ലാംഗ്വേജ് ആണ്. പക്ഷേ മോഡേൺ ഗ്രാമർ എന്താണ്, സ്പീച്ചാണ് എന്ത് ബേസിക് യൂണിറ്റ് ഓഫ് ലാംഗ്വേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ട്രഡീഷണൽ ഗ്രാമർ റെഫേഴ്സ് ടു the collection of prescriptive rules and concepts about the structure of language. സോ ട്രഡീഷണൽ ഗ്രാമർ എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് പ്രിസ്ക്രിപ്റ്റീവ് റൂൾസ് ആൻഡ് കോൺസെപ്റ്റ്സ് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജ്. ഓക്കെ, ലാംഗ്വേജിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഒരു കളക്ഷൻ ഓഫ് പ്രിസ്ക്രിപ്റ്റീവ് റൂൾസും കോൺസെപ്റ്റ്സും ആണ് എന്ത് ട്രഡീഷണൽ ഗ്രാമറിൽ ഉള്ളത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ലാറ്റിൻ ഗ്രാമർ. ലാറ്റിൻ ഗ്രാമറിൻ്റെ പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ്, അടിസ്ഥാനത്തിലാണ് എന്തുള്ളത്, ട്രഡീഷണൽ ഗ്രാമർ ഉള്ളത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ പ്രിസ്ക്രിപ്റ്റീവ് റൂൾസ് ദാറ്റ് ദ യൂസേഴ്സ് ഷുഡ് ഫോളോ. എന്തായാലും അത് ഉപയോഗിക്കുന്ന ആൾക്കാർ ഫോളോ ചെയ്യേണ്ട സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രിസ്ക്രിപ്റ്റീവ് റൂൾസ് ആണ് അതിൽ ഉള്ളത്. On the other hand, modern grammar or descriptive grammar is the study of the structure and the rules of the language as they are used in daily life by the speakers from all walks of life, including standard and non-standard varieties. സോ ട്രഡീഷണൽ ഗ്രാമർ എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രിസ്ക്രിപ്റ്റീവ് റൂൾസിൻ്റെ കളക്ഷനും അതിൻ്റെ സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജിൻ്റെ കുറിച്ചുള്ള കോൺസെപ്റ്റ്സും ആണ്. അത് ലാറ്റിൻ ഗ്രാമർ ഫോളോ ചെയ്യുന്ന, ലാറ്റിൻ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അതിൽ പ്രിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള റൂൾസ് ഉണ്ട്, യൂസേഴ്സ് എന്തായാലും ഫോളോ ചെയ്യേണ്ട റൂൾസ് ഉണ്ട്. പക്ഷേ മോഡേൺ ഗ്രാമർ വെച്ച് നോക്കുകയാണെങ്കിൽ അതെന്താണ്, ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമറാണ് അല്ലേ. അതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ളൊരു സ്ട്രക്ചറും റൂൾസൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ നമ്മൾ ഡെയിലി ലൈഫിൽ സ്പീക്കേഴ്സ് സംസാരിക്കുന്ന ഡെയിലി ലൈഫിൽ ഉണ്ടാവുന്ന ലാംഗ്വേജിൻ്റെ സ്ട്രക്ചറാണ് എന്ത് ഡിസ്ക്രിപ്റ്റീവ് അഥവാ മോഡേൺ ഗ്രാമറിൽ നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടും നോൺ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാ വെറൈറ്റീസ് ഓഫ് നമ്മുടെ ലൈഫിൽ, ഡെയിലി ലൈഫിൽ, നമ്മുടെ എല്ലാ വോക്സ് ഓഫ് ലൈഫിലും സ്പീക്കേഴ്സ് സംസാരിക്കുന്നതിൻ്റെ സ്ട്രക്ചറിൻ്റെ പഠനമാണ് എന്ത് മോഡേൺ ഗ്രാമർ അഥവാ ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്ന് പറയുന്നത്. ദ ഗ്രാമറ്റിക്കാലിറ്റി ഓഫ് എ sentence in descriptive grammar depends on whether the native speakers find it acceptable. So ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമറിൽ
നേറ്റീവ് സ്പീക്കേഴ്സ് ഈ ഒരു ലാംഗ്വേജ് അക്സെപ്റ്റബിൾ ചെയ്യുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇതിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് അതിലാണ്. ഓക്കെ, നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ അക്സെപ്റ്റബിലിറ്റി അതാണ് ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമറിലെ ഗ്രാമറ്റിക്കാലിറ്റി ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. വൈൽ പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ ഇൻസ്ട്രക്ട്സ് ദ യൂസേഴ്സ് ഓൺ ഹൗ ലാംഗ്വേജ് ought to be used, descriptive grammar focuses on describing the language as it is used. അപ്പോൾ രണ്ട് വ്യത്യാസങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്ന് പറയുന്നത് എങ്ങനെയാണ് ലാംഗ്വേജ് എങ്ങനെയായിരിക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് അവിടെ കൊടുക്കുന്നുണ്ട്, എങ്ങനെയാണ് കറക്റ്റായിട്ടുള്ളൊരു ഇത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ലാംഗ്വേജ് എങ്ങനെയാണോ അങ്ങനെ, അതായത് ആ പ്രസൻറ്റിലുള്ള എന്താണോ കാര്യം അത്. പക്ഷേ പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ അങ്ങനെയല്ല, ഓൾറെഡി അത് സെറ്റ് ചെയ്തിട്ടുള്ള റൂൾസ് അവർ ഫോളോ ചെയ്തേ പറ്റൂ. പക്ഷേ ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമേഴ്സ് അങ്ങനെയല്ല, എങ്ങനെയാണോ ലാംഗ്വേജ് ആ രീതിയിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അടുത്തത് IC അനാലിസിസ് ആണ്, ഇമ്മീഡിയറ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അനാലിസിസ്. IC analysis is a method of sentence analysis introduced by Leonard Bloomfield and developed further by Rowland Wells. In order to study the structure of a sentence, he proposed to divide it into its immediate constituents or ICs. The principle involved was that of cutting a sentence into two, then further cutting these two parts into another two, and continuing the segmentation till we arrive at the smallest unit, the morpheme. സോ IC അനാലിസിസ്, ഇമ്മീഡിയറ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അനാലിസിസ് എന്നൊരു അനാലിസിസ് കണ്ടുപിടിച്ചത് ലിയോണാർഡ് ബ്ലൂംഫീൽഡും അതുപോലെ തന്നെ അത് ഡെവലപ്പ് ചെയ്തത് റൂളൻ വെൽസും ആണ്. സോ ഇതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പഠനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സെൻറ്റൻസിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂവൻസ് ആക്കുക, അതായത് ഡിഫറെൻറ്റ് പാർട്സ് ആക്കുക. അപ്പോൾ ഒരു സെൻറ്റൻസിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യുക, ആൻഡ് ആ രണ്ടാക്കി ഡിവൈഡ് ചെയ്തതിന് വീണ്ടും രണ്ടാക്കി, അങ്ങനെ നാലാക്കി ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഒരു സെൻറ്റൻസിനെ ഡിവൈഡ് ചെയ്ത് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് ആയിട്ടുള്ള മോർഫീം വരെ എത്തിച്ചിട്ട് അനാലിസിസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മെത്തേഡിനെയാണ് IC അനാലിസിസ് അഥവാ ഇമ്മീഡിയറ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇതുപോലെയുള്ള സെൻറ്റൻസിനെ ഇങ്ങനെ കട്ട് ചെയ്ത് സ്മോളാക്കി മോർഫീം വരെയുള്ള ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് വരെ ചെയ്ത് അതിനെ അനാലിസിസ് ചെയ്യുന്ന ഈ ഒരു ടൈപ്പിനെയാണ് നമ്മൾ IC അനാലിസിസ് എന്ന് പറയുക. കോർപ്പസ് ഗ്രാമർ ആൻഡ് പെഡാഗോജി. A corpus deals with the collection of texts, written or spoken, usually stored in a computer database, which can be analyzed using computer software. So, corpus എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് ടെക്സ്റ്റ്, അതുപോലെ തന്നെ റിട്ടനോ സ്പോക്കണോ ആയിട്ടുള്ള ടെക്സ്റ്റുകൾ, അതുപോലെ തന്നെ യൂഷ്വലി സ്റ്റോർഡ് ഇൻ കമ്പ്യൂട്ടർ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കളക്ഷൻ ഓഫ് ടെക്സ്റ്റ്, അത് റിട്ടൺ ആവാം സ്പോക്കൺ ആവാം. അതൊരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിലൂടെ അനലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്ന്, അതിനെയാണ് കോർപ്പസ് എന്ന് പറയാം. ഇറ്റ് അസിസ്റ്റ് ദ ലാംഗ്വേജ് ലേണിംഗ് പ്രോസസ് ബൈ എൻകറേജിങ് ഇൻഡിപെൻഡൻറ്റ് ലേണിംഗ്, ഇല്ലസ്ട്രേറ്റിംഗ് റിയൽ യൂസസ് ഓഫ് അബ്സ്ട്രാക്ട് റൂൾസ്, പ്രസൻറ്റിംഗ് ഒതൻറ്റിക് എവറിഡേ ഗ്രാമർ ആൻഡ് പ്രൊമോട്ടിംഗ് എക്സ്പ്ലോറേറ്ററി ലേണിംഗ്. സോ ഇത് അസിസ്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് ലേണിംഗ് പ്രോസസ്സ്, ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് ലേണിംഗ് എൻകറേജ് ചെയ്തുകൊണ്ട് തന്നെ ലാംഗ്വേജ് ലേണിംഗ് പ്രോസസ്സും, അതുപോലെ തന്നെ റിയൽ ആയിട്ടുള്ള അബ്സ്ട്രാക്ട് റൂൾസിൻ്റെ ഇല്ലസ്ട്രേഷനും, അതുപോലെ തന്നെ ഒതൻറ്റിക് ആയിട്ടുള്ള എവറിഡേ ഗ്രാമറിനെ പ്രസൻറ്റ് ചെയ്യുന്നതും, പ്രൊമോട്ടിംഗ് എക്സ്പ്ലോറേറ്ററി ലേണിങ്ങും, ഇതിനൊക്കെയാണ് ഈ ഒരു കമ്പ്യൂട്ടർ ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ പ്രോസസ്സ് ചെയ്യുന്നത്. It helps the learners to understand various aspects of language, including frequency, differences in speaking and writing, context of use, collocation, grammatical pattern, and strategic use of vocabulary. So, ഇത് ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്, ലേണേഴ്സിന് പെട്ടെന്ന് തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ്. ഓക്കെ, ലാംഗ്വേജിൻ്റെ വേരിയസ് ആസ്പെക്ട്സ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി, ഡിഫറൻസസ് ഇൻ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്, കോണ്ടെക്സ്റ്റ് ഓഫ് യൂസ്, കൊളോക്കേഷൻ, ഗ്രാമറ്റിക്കൽ പാറ്റേൺ, സ്ട്രാറ്റജിക് യൂസ് ഓഫ് വൊക്കാബുലറി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ലാംഗ്വേജിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ സ്പീക്കിങ്ങിൻ്റെയും റൈറ്റിങ്ങിൻ്റെയും ഡിഫറൻസ്, അതുപോലെ തന്നെ കൊളോക്കേഷൻ്റെ യൂസ്, ഗ്രാമറ്റിക്കൽ പാറ്റേൺ, വൊക്കാബുലറി, ഇതെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഒരുപാട് പഠിക്കാനുണ്ട്, കുറേ ലെങ്ത് ആയിട്ടുള്ള ടോപ്പിക്സും എല്ലാ മൊഡ്യൂളും കുറേ പഠിക്കാനുണ്ട്. സോ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാം. നോട്ട്സ് എല്ലാം ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.